അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരാൾ ഇഖാമത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ആ ദുആഇനെ ചൊല്ലിയാൽ വജബത്തു ലഹു ഷഫാഅത്തി, അവന് എൻ്റെ ശുപാർശ ഞാൻ നൽകുന്നതാണ് എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഈ ദുആഇനെ നാം പതിവാക്കുക. അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ട് അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. മൻ സ്വല്ലാ അലൈഹി അശറ സലവാത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ 10 സലാത്ത് ചൊല്ലിയതായ പുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 10 സലാത്ത് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാം ചൊല്ലിക്കഴിഞ്ഞാൽ 100 സലാത്തുകൾ ചൊല്ലിയതായ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുക. ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും നാം അള്ളാഹുവിന് നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക. നിസ്കാരമായാലും നോമ്പായാലും സദഖയായാലും അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമാണ്. വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് വയലെന്ന് പറയുന്നതായ നരകമുണ്ട് എന്ന്. അശ്രദ്ധമായി മറ്റും നിസ്കരിക്കുന്നവർക്ക്. അതേസമയം സദഖ കൊടുത്തായാലും അത് ഒരാൾക്ക് കൊടുത്തത് എടുത്തു പറഞ്ഞാൽ അതും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ ഒരിക്കലും അത് നഷ്ടമാവുകയില്ല. അതുകൊണ്ട് നാം ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്നവരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.